ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ജോഗ്രഫി സബ്ജക്റ്റിലെ HSSC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ജൂനിയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നമ്മുടെ ഹൈപ്രോപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും പുതിയ HSSC ജോഗ്രഫി ബാച്ച് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. നമുക്കറിയാമല്ലോ, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു എക്സാം അല്ല നമ്മുടെ HSSC ജോഗ്രഫി എന്ന് പറയുന്നത്. കഴിഞ്ഞ വട്ടം തന്നെ ഏകദേശം ഒരു 300 അറൗണ്ട് കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 307 ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയും പേരാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മറ്റ് സബ്ജക്റ്റുകളെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി വേക്കൻസീസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി, റിലേറ്റീവ്ലി. പക്ഷേ ഇത് നമ്മുടെ ജോഗ്രഫി പഠിച്ച, അതുമായി ബന്ധപ്പെട്ട് BEdും കാര്യങ്ങളും ഒക്കെ എടുത്ത് സെറ്റൊക്കെ പാസ്സായി നിൽക്കുന്ന, അധ്യാപകരാകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ ആൾക്കാരുടെ ഇടയിൽ നിന്നും ഒരു ടോപ്പ് വരാനുള്ള സാധ്യത, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ HSSC ജോഗ്രഫി ബാച്ച് ജനുവരി 9 മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ടെൻറ്റേറ്റീവ് എക്സാം മന്ത് വന്നിട്ടുണ്ട്, PSC റിലീസ് ചെയ്തിട്ടുണ്ട്. മെയ്, ജൂൺ, ജൂലൈയിലാണ് ഈ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് എന്ന് ഓൾറെഡി PSC പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സമയം നമുക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഇപ്പോൾ ഉള്ള, നമ്മുടെ മുൻപിലുള്ള ഈ സമയത്തിൽ എങ്ങനെ നമുക്കിത് ക്രാക്ക് ചെയ്യാം, അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഈ ഒരു ഏകദേശം ഒരു 300 പേര് കഴിഞ്ഞ വട്ടം എഴുതിയൊരു പരീക്ഷ ഇത്തവണ ഏകദേശം അത്ര ഉണ്ട് നമുക്ക് വിചാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അവരിൽ എങ്ങനെ നമുക്ക് ഉയർന്ന റാങ്ക് നേടാം എന്നത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടി വരും, സഹായം വേണ്ടി വരും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് നൽകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണമല്ലോ, അല്ലേ? ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ HSSC ജോഗ്രഫി ടീമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 ഫാക്കൽറ്റീസാണ്. ഒന്ന് നമ്മുടെ സ്വന്തം വിനായകൻ സാറാണ്, 2 ആരതി മിസ്സാണ്. വിനായകൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ജോഗ്രഫിയിൽ ചെയ്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം റാങ്കോട് കൂടി പാസ്സായ വ്യക്തിയാണ്. സെറ്റ്, നെറ്റ് മുതലായ എല്ലാ ക്വാളിഫിക്കേഷൻസും ഉള്ള ആളാണ്. അദ്ദേഹം ജോഗ്രഫി സബ്ജക്റ്റ് സിവിൽ സർവീസിന് വരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ വിനായകൻ സാറിൻ്റെ ശക്തമായ ഒരു സപ്പോർട്ട് നമുക്ക് ഈ പറയുന്ന ബാച്ചിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ആരതി ടീച്ചറുണ്ട്. ടീച്ചർ ജോഗ്രഫി, ജിയോളജി വിഷയങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ്. അപ്പോൾ സബ്ജക്റ്റിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മുടെ ഈ 2 പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കറിയാം 70 മാർക്ക് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ 30 മാർക്കിൻ്റെ ജനറൽ സെക്ഷൻ ഉണ്ട്. അതും നമുക്ക് മിസ് ചെയ്ത് കളയാൻ പറ്റാത്ത വെയിറ്റേജ് തന്നെയാണ് 30 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രബാബു സാറാണ്. ചന്ദ്രബാബു സാറിനെ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. PSC മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും സാറിനെ കുറിച്ച് അറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ കേരള. അപ്പോൾ ഉറപ്പായിട്ടും സാറിൻ്റെ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ ഈ ബാച്ചിന് തീർച്ചയായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ റിനൈസൻസ് കൈകാര്യം ചെയ്യാൻ നമ്മുടെ നന്ദകിഷോർ സാറും നമ്മുടെ കൂടെ ഉണ്ട്. സാറിൻ്റെ വളരെ നല്ല ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഈ ബാച്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിനൈസൻസിൻ്റെ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഗ്രീഷ്മ ടീച്ചറുമുണ്ട്. ടീച്ചറും വളരെ വർഷങ്ങളായിട്ട് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ പറയുന്ന ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ എക്കണോമിക്സ് മുതലായ സബ്ജക്റ്റുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റി കൂടിയാണ്. പിന്നെ നമ്മുടെ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള മേഖല, കറണ്ട് അഫയേഴ്സ്, GK അങ്ങനെയുള്ള സെഗ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഈ ബാച്ചിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ
ഫാക്കൽറ്റി ടീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി, കാരണം പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. കാരണം നമുക്കറിയാം 2030 ഇൻ്റഗ്രേഷൻ വരാൻ പോകുന്നു എന്ന് പറയുന്നു. ഒരുപാട് പേർക്ക് ആശങ്കയുണ്ടായിരുന്നു ഇത് പുതിയൊരു HSST ഇനി വിളിക്കുമോ എന്നുള്ളത്. അതെല്ലാം അസ്ഥാനത്തായിരുന്നു. പുതിയ HSST വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഫുൾ എഫേർട്ട് 100% എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നതാണ്. ഓക്കെ, അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ദയവ് ചെയ്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിട്ടുകളയരുത്. കാരണം ഇത് അത്ര നല്ലൊരു പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 30 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ 30 പേരാണ്. ആ എൻറ്റയർ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ ടോട്ടൽ 18ഓളം അഡ്വൈസ്, നിലവിലെ അഡ്വൈസ് ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നിലവിൽ 18 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതിലെ OC കാറ്റഗറിയിൽ 11 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 30 പേരുള്ള മെയിൻ ലിസ്റ്റിൽ OC ടേണിൽ തന്നെ 11 പേര് പോയിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. 11ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഒരു 10 റാങ്കിൻ്റെ അകത്തൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സർവീസിൽ കയറാൻ സാധിക്കും എന്നുള്ളതാണ്. ആകെ അറൗണ്ട് 300 ആൾക്കാരാണ് കഴിഞ്ഞ വട്ടം അപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് വരാൻ സാധ്യത ഇത്തവണയും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റ് 2026 ഒക്ടോബർ വരെ ഉണ്ട്. അതായത് ഈ വർഷം തന്നെയാണ് അത് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷകളൊക്കെ നേരത്തെ നടത്തി ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് പുതിയ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് PSC ശ്രമിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വട്ടം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് എത്ര മാർക്കാണ്, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് എത്ര മാർക്കാണ് സ്കോർ ചെയ്തത്, ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 2ാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്നത്. അതായത് എക്സാമിൻ്റെ മാർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 49.33 മാർക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വേണം. നമ്മൾ എത്ര മാർക്കിനെ എയിം ചെയ്താണ് പഠിക്കേണ്ടത്, കഴിഞ്ഞ വട്ടം എത്ര മാർക്ക് വന്നവർക്ക് എത്ര റാങ്ക് വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ധാരണ വേണം. അല്ലാതെ നമുക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കാടടച്ച് വെടിവെക്കരുത്, എയിം ചെയ്തിട്ട് വെടിവെക്കുക എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷ വിളിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ആംഗിളുകളും പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അല്ലാതെ നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ട് അങ്ങ് പഠിച്ച് പോവുക എന്നുള്ളതല്ല. നമ്മൾ ഏത് മാർക്കിൽ നമ്മൾ എത്തണം, എന്നാൽ മാത്രമേ എക്സാം ഹാളിൽ എത്ര മാർക്ക് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നൊരു വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ടോപ്പ് മാർക്ക് വന്നിരിക്കുന്നത് 49.33 ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 36 ആണ്. നോക്കൂ, 36 മാർക്ക്, 100 ചോദ്യങ്ങളിൽ 36 മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിലെത്തി. അപ്പോൾ നിങ്ങളതിനെ അങ്ങനെ വേണം കാണാൻ. ഓക്കെ, അയ്യോ ഇത് എഴുതിയിട്ട് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതല്ല. 100 മാർക്കിൽ 36 മാർക്ക് വാങ്ങിക്കാൻ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും അല്ലേ. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു വന്നവരല്ലേ, എന്തായാലും നിങ്ങൾക്ക് അതിന് കഴിയും. പിന്നെ അതിൻ്റെ പുറത്തു നിന്നും എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം. ഓക്കെ, അപ്പോൾ 36-49 എന്ന് പറയുന്ന റേഞ്ചിൽ വന്ന ആൾക്കാരാണ് ഈ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 36 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മളൊരു യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണമല്ലോ അല്ലേ. അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 9 മുതൽ ഹൈപ്രപ്പിൻ്റെ ആപ്പിലൂടെയുള്ള നമ്മുടെ HSST ജോഗ്രഫിയുടെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഇൻറ്റൻസീവ് ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻപിലുള്ള സമയത്തെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ വേഗം തന്നെ നമുക്ക് നമ്മുടെ പോർഷൻസ് തീർക്കുകയും ഒടുവിൽ നമുക്ക് റിവിഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുമുണ്ട്. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത്. അപ്പോൾ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ എൻറ്റയർ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ഫീസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാലും മതി, അല്ലെങ്കിൽ അല്ലാതെയുള്ളൊരു മെസ്സേജ് ഇട്ടാലും മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
HSST ജോഗ്രഫി കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ ഭാഗമാകുക. നമ്മുടെ സ്വപ്ന ഉദ്യോഗത്തിലേക്ക് ഉള്ള അവസരം വന്നെത്തിയിരിക്കുകയാണ്. ആ അവസരം നഷ്ടപ്പെടുത്തരുത്. ശ്രദ്ധിക്കുക, അവസരങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്തവർ കുറേ നാൾ കഴിഞ്ഞാൽ റിഗ്രറ്റ് നമുക്ക് തോന്നും. നമ്മൾ അന്നത് എഴുതിയില്ലല്ലോ എന്ന് നമ്മൾ തോന്നും. നമ്മൾ അതിനൊരു എഫേർട്ട് കൊടുത്തില്ലല്ലോ എന്ന് നമ്മൾ തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ ഒരു ഇട വരാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഇനി എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്ത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ആ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ജനുവരി 9 മുതൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.